നമുക്കറിയാലോ സിഹറിനെ കുറിച്ച്. മാരണം അല്ലെ, സുമ്മ് വിഷമാണ്. അപ്പൊ മാരണം ബാധിക്കാതിരിക്കാൻ 7 അജുവാക്കാരൊക്കെ തിന്നാൽ മതി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചു അത്രേ. എന്നിട്ട് അതേ പ്രവാചകൻ തന്നെ എന്തും ചെയ്തു, മാരണം ബാധിച്ചും ചെയ്തു. അപ്പൊ തന്നെ അതിന്റെ ആ മത്തിന് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഹദീസിൽ ആ റിപ്പോർട്ടിന് ഒരു പ്രസക്തിയില്ല. കാരണം മാരണം ബാധിക്കൂല, അത് ഷിർക്കാണ്, ഷിർക്കിന് ഫലമില്ല എന്നാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസം. ഇന്ന കിതാബിലുണ്ട് എന്നല്ല, ഇന്ന മുഹദ്ദിസ് പറഞ്ഞു എന്നല്ല, നേരെ മറിച്ച് എന്താ അദ്ദേഹം പറഞ്ഞത്, യുക്തിയാണ്. എന്താ, നബിയാണല്ലോ പറഞ്ഞത് ഇത് കഴിച്ചാൽ മാരണം ബാധിക്കൂല, ആ നബിക്ക് മാരണം ബാധിച്ചു എന്നല്ലേ ഇവര് പറയണത്. അപ്പൊ മനസ്സിലാക്കുക ഹദീസ് ശരിയല്ല. നബി ഞങ്ങൾ എന്തെല്ലാം ചികിത്സ പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം ചികിത്സ. പനി ബാധിച്ചാൽ എന്ത് ചെയ്യണം ഹദീസിലുണ്ട്. വേറെ ഹദീസ് കാണാം, നബി ഞങ്ങൾക്ക് പനി ബാധിച്ചു, ആഹാ അപ്പൊ ഈ ഹദീസ് ശരിയല്ല എന്ന് പറയും. സഹോദരങ്ങളെ, വ്യത്യസ്തമായ വിഷയങ്ങളിൽ നബി ഞങ്ങൾ ചികിത്സാ രീതികൾ, വ്യത്യസ്തമായ ചികിത്സകൾ നബി ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്.